ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ദാ വീണ്ടും കുറച്ച് പയറ് കിട്ടി, അതുമായി വന്നു. പയറ് മെഴുക്ക് പുരട്ടുണ്ടാക്കി, ക്യാരറ്റും ബീട്രൂട്ടും തോരൻ വച്ചു. അപ്പോഴേക്കും ഒരു വലിയ ചാള കേട്ടോ. ഇത് പണ്ട് ഞങ്ങളെ ചെറിയ കാലത്ത് ഈ ചാള ഉണ്ടായിരുന്നു. ഈ ചാളയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ പനഞ്ചാള എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നത്? വലിയ ചാളയാണ് കേട്ടോ. ഈ കാണുന്നതിനേക്കാളും വലിയ ചാളയാണ്. ഇതാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. അത് ഞാൻ 2 ചാള മാത്രം എടുത്ത് പൊരിച്ചു. 2 അവിടെ വച്ചിട്ടുണ്ട്. മുള്ളായതുകൊണ്ട് എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അടുക്കള പണികളെല്ലാം നേരത്തെ തന്നെ ഒതുക്കിയിട്ട് പുറത്ത് കുറച്ച് നമുക്ക് ചൂലുണ്ടാക്കാം. 5 പൈസ ചിലവില്ലാതെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ടൊരു ചൂലുണ്ടാക്കാം. അങ്ങനെ ഞാനിതാ ചൂലുണ്ടാക്കുന്ന പരിപാടിയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. അപ്പോഴേക്കും എൻ്റെ കൂടെ സംസാരിക്കാനായിട്ട് എൻ്റെ കൊച്ചുമോനും അവൻ്റെ അമ്മയും കൂടെ അവിടെ വന്നതാണ്. അവിടെ വന്ന് സംസാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഇനി അടുത്ത് വീണ്ടും വരണുണ്ട്. അങ്ങനെ ഞാനിതാ ഈർക്കിലെല്ലാം കീറി റെഡിയാക്കി ചെറിയ രീതിയിലൊരു ചൂലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തിരുവനന്തപുരംകാർ തുറപ്പ എന്നാണ് പറയണത് കേട്ടോ. ഇതിനെ തുറപ്പ എന്നാണ് പറയണത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജനലിൽ കൂടി വന്ന് എത്തി നോക്കി എൻ്റെ കൂടെ സംസാരിക്കുന്നതാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും എന്നെ സഹായിക്കുകയും ചെയ്യണ എല്ലാവർക്കും വളരെയധികം താങ്ക്സാണ്. എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണണം, കണ്ട് സഹായിക്കണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ ഞാൻ ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു. അങ്ങനെ അത് ആ ചൂലിനുള്ള തുറപ്പയ്ക്കുള്ള ഏക്കിൽ കീറി എനിക്ക് കുറച്ച് സമയം ഏക്കിൽ കീറുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ തുറപ്പയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് മുറ്റം അടിക്കാൻ പറ്റുള്ളൂ. വീടിനകം തൂർക്കാനല്ല, മുറ്റം അടിക്കാൻ വേണ്ടിയാണ്. ഈക്കിൽ വെട്ടി അവിടെ ഇട്ടെടുത്ത് നല്ല ചോനാനുണ്ട് കേട്ടോ, ചോനാനുറുമ്പ്. അതെൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ വലിഞ്ഞു നിന്ന് കയറുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞു. ഈർക്കിലൊക്കെ ഉണ്ടാക്കി ഇതാ തുറപ്പയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ആ വേസ്റ്റിനെല്ലാം വാരിക്കൊണ്ടിട്ടൊന്ന് തീയിടണം. അങ്ങനെ ഈർക്കിലിനെയൊക്കെ അവിടെ വച്ചിട്ട് വേസ്റ്റ് വാരിക്കൊണ്ടങ്ങ് തീയിടാം. ഇത് ഒരു ആറാം പിറന്ന വേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കീറിക്കഴിഞ്ഞാൽ പിന്നെ തെങ്ങിൻ്റെ മുട്ടി വാരി ഇട്ട് കഴിഞ്ഞാൽ കാലിൽ ഏതെങ്കിലും ചെറിയ ഈർക്കിലുണ്ടെങ്കിൽ കൊള്ളും. അതുകൊണ്ട് നമുക്ക് തീ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് പുറത്തൊക്കെ ഇട്ട് തീ കത്തിക്കുന്ന സമയത്ത് കത്തിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനെല്ലാം കൂടെ വാരിക്കൊണ്ടിട്ടങ്ങ് തീയിട്ട് നശിപ്പിച്ചു. അത് കഴിഞ്ഞതാ എൻ്റെ തുറപ്പയുടെ ഉദ്ഘാടനമാണ്. നിങ്ങളെല്ലാവരും വരിക, തുറപ്പ ഉദ്ഘാടനം ചെയ്യുകയാണ്. VIP ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ചൂലിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ ഇന്നത്തെ വീട്ടുവിശേഷം ഇതൊക്കെ തന്നെയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും, എല്ലാ സഹോദരങ്ങൾക്കും, എല്ലാ ചങ്കുകൾക്കും പ്രത്യേക താങ്ക്സ്. അങ്ങനെ വൈകുന്നേരമായി കുറച്ച് പുകയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെരിപ്പോടുണ്ടാക്കി പുകയ്ക്കാൻ വച്ചു. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.